ഹലോ ഗൈസ്, ഇറ്റ്സ് പ്രദീപ്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് രാവിലെ ഒരു 4 മണിയായിട്ടാണ് ഞാൻ വന്ന് കിടന്ന് ഉറങ്ങിയത്. കാരണം ഇന്നലെയായിരുന്നു പാട്രൈറ്റ് കാണാൻ പോയത്. പാട്രൈറ്റ് കാണാൻ പോയി നേരെ വന്നിടന്ന് ഉറങ്ങുകയാണ് ചെയ്തത്. ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. രാവിലെ കാപ്പി കുടിക്കാൻ എഴുന്നേറ്റ്, അത് കഴിഞ്ഞ് 5 മണിക്കാണ് നല്ല പ്രോപ്പറായിട്ട് ഉറക്കം കിട്ടി എഴുന്നേറ്റത്. അങ്ങനെ നേരെ ഞാൻ ഇനി ഇവിടെ നിന്ന് ശംഖുമുഖം പോകാൻ പോവുകയാണ്. അവിടെ എൻ്റെ ഫ്രണ്ട് വിളിച്ചിട്ടുണ്ട്, വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ പോകാമെന്നാണ് വിചാരിച്ചത്. ഗൈസ്, എന്തായാലും എൻ്റെ താടി നല്ലോണം വളർന്നിരിക്കുന്നു. അപ്പം ചെറുതായിട്ട് ട്രിം ചെയ്തിട്ട് പോവാം. അതാണ് ഗൈസ്, താടി ട്രിം ചെയ്യാന്ന് പറഞ്ഞാണ് വന്നത്. അപ്പം നല്ല തിരക്ക് അത്യാവശ്യം. പിന്നെ ഇനി നാളെ ആവട്ടെ. ഞാൻ ഇങ്ങനെ തിരക്കായതുകൊണ്ടാണ്, ഈ പല സ്ഥലത്തും പോകുമ്പോൾ തിരക്കായതുകൊണ്ടാണ് ഇങ്ങനെ നാളെ ആവട്ടെ വിചാരിച്ച് പോകണത്. എന്തായാലും ഇനിയിപ്പോൾ നാളെ ചിലപ്പോൾ ലീവായിരിക്കും ഞാൻ. കാരണം നാളെ ഇലക്ഷൻ ആയതുകൊണ്ട് ആരും പറഞ്ഞില്ല. ചിലപ്പോൾ ഞാൻ ലീവായിരിക്കും. അങ്ങനെ എനിക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. എന്തായാലും നാളെ ആവട്ടെ. ഇനിയിപ്പം മടിച്ച് ഗൈസ്, നല്ല തിരക്ക് ഇവിടെ. അപ്പോൾ ഇനി നേരെ ശംഖുമുഖത്തേക്ക് പോവുകയാണ്. അപ്പോൾ കാണാം ഗൈസ്. അങ്ങനെ ശംഖുമുഖത്ത് വന്നിരിക്കുകയാണ്. ഞാൻ ഇതുവഴി പോയപ്പോൾ കണ്ട കാഴ്ചയാണ്. പിന്നെ പെട്ടെന്ന് എടുത്ത് വീഡിയോ എടുക്കുന്നതാണ്. കാരണം കുറച്ചും കൂടി അങ്ങോട്ട് പോയാൽ ഇതൊന്നും കാണാൻ പറ്റിയെന്ന് വരില്ല. കാരണം അവിടെ പണി അടക്കുകയാണെന്ന് അറിഞ്ഞെന്നല്ല, അന്ന് നമ്മൾ പോയപ്പം പണി അടക്കിയിരുന്നു. അതുകൊണ്ടാണ് ഇപ്പം തന്നെ ഇതൊക്കെ എടുത്ത് ഷൂട്ട് ചെയ്യാൻ കാരണം. കണ്ടില്ലേ, നല്ല സ്കൈ, നല്ലൊരു റെഡ് ഷെയ്ഡ്, പിന്നെ ഒരു സ്കൈ ബ്ലൂ, ചെറിയൊരു ഡാർക്ക് സംഭവം, നല്ലൊരു അടിപൊളിയായിട്ട് കാണുന്നുണ്ട് കേട്ടോ. ഇത്തിരി നേരത്തെ വരണമെന്നായിരുന്നു വിചാരിച്ചിരുന്നത്, പക്ഷെ അതൊന്നും നടന്നില്ല. ഗൈസ് കണ്ടില്ലേ, ഞാൻ ഹെൽമെറ്റ് പോലും ഊരിയില്ല, പെട്ടെന്ന് എടുത്ത ഷോട്ടാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ കളറ്, ഈ ഒരു നാച്ചറിൻ്റെ ആ ഒരു കളർ ട്യൂണിങ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതാണ് ഞാൻ ഇങ്ങനെ എടുക്കാൻ കാരണം. ഗൈസ്, അപ്പോൾ എന്തായാലും ഇനി ഞാൻ അങ്ങോട്ട് പോവുകയാണ്. അങ്ങോട്ട് നമ്മൾ ഇവിടെ വരുന്ന റോഡാണ് ഇത്. ഇനി അപ്പുറത്തെ റോഡിലോട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ അവിടെ ഉള്ള വിഷ്വൽസ് കാണിച്ചു തരാം. പണിയൊക്കെ നടക്കുന്നുണ്ട്, അതൊക്കെ പറ്റുമെങ്കിൽ എടുക്കാം. ഗൈസ്, അങ്ങനെ ഞാൻ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇപ്പുറത്തിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം ഇന്ന് സൺഡേ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട് കേട്ടോ. സൺഡേയും സാറ്റർഡേയും നല്ല തിരക്കാണ് ഇവിടെ, പറയാതിരിക്കാൻ വയ്യ. ഒരു വിധമാണ് വണ്ടി പാർക്ക് ചെയ്തത്. അത് കഴിഞ്ഞ് ഇവിടെ ഞാൻ സ്ഥിരം കഴിക്കുന്നൊരു ചോളം കിട്ടുന്നൊരു കടയുണ്ട്. അവിടെ ചേച്ചി നന്നായിട്ട് പറയുന്നതനുസരിച്ച് ചോളം റെഡിയാക്കി തരും. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതും കൂടി ട്രൈ ചെയ്യാനാണ് ഞാൻ വന്നത്. ഇവിടെ എത്തിയപ്പോഴും മറ്റേ ചോളത്തിന് നല്ല മണം. ഗൈസ്, എൻ്റെ ട്രൈപോഡിൻ്റെ കാലൊടിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഒരു റിവ്യൂ ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു. സംഭവം എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായിരുന്നു. ഇതിങ്ങനെ വളച്ച് കെട്ടുകയൊക്കെ ചെയ്യാം. പക്ഷേ എൻ്റെ കാലിതാ ഇവിടെ നിന്ന് ഒടിഞ്ഞു പോയി. ഫൈബറാണ് ഇവിടെ. ഒരു റിവ്യൂ ഒക്കെ അടിപൊളിയായിട്ട് ഇടണമെന്ന് വിചാരിച്ചിരുന്നതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതും അത്യാവശ്യം യൂസ്ഫുള്ളും ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു. പക്ഷെ ഇനി വേസ്റ്റാണ്. വലിയ വിലയില്ല, 300 രൂപ ഉള്ളൂ. പക്ഷേ അതിൻ്റെ വാല്യൂ പോലും ഇതിനില്ലായിരുന്നു, ഉള്ള കാര്യം പറയാമല്ലോ. ഇപ്പോൾ വേസ്റ്റ് പ്രോഡക്റ്റാണ് ഗൈസ്. ഞാനൊരു യൂട്യൂബിൽ കണ്ടെടുത്തതാണ്, ഒരു ചാനലിൽ റിവ്യൂ പറഞ്ഞ് കണ്ടെടുത്തതാണ്. നോക്കാം, വേറെ നിങ്ങൾ നോക്കാം. ഗൈസ്, ഇതാണ് ഞാൻ പറഞ്ഞ ഫുഡ്. ചോളം ലൈമ് കൂട്ടി നല്ല എരിയൊക്കെ ചേർത്തെടുക്കണം, അടിപൊളിയാണ്. ഞാൻ വേറെ ഇറങ്ങിയില്ല, താഴോട്ടൊന്നും ഇറങ്ങിയില്ല. നേരെ ഇത് കഴിച്ചിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ച് നേരെ ഇവിടെ തന്നെ കയറി. ഗൈസ്, അങ്ങനെ ചോളമൊക്കെ കഴിച്ച് നമ്മൾ ബീച്ചിലോട്ട് പോകാൻ പോവുകയാണേ. ഇനി ബീച്ചിലോട്ട് പോയി കുറച്ച് നേരം ഇരിക്കാം. ഗൈസ്, ചോളം കഴിച്ചെടുത്ത് തന്നെ മിനിമം ഒരു അരമണിക്കൂറെങ്കിലും പോയി കാണും. ഞാൻ പയ്യെ ഇരുന്ന് കഴിച്ചോളൂ. എന്നിട്ട്
പയ്യെ ഇങ്ങോട്ട് കയറി ബീച്ചിൻ്റെ സൈഡിലോട്ട് കയറി. കണ്ടില്ലേ, ഈ പ്രതിമ എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ ഇവിടെ ഉണ്ട് കേട്ടോ, ബാക്കി കാണുന്ന. ഗൈസ് കണ്ടില്ലേ ഗൈസ്, ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. അത്യാവശ്യം നല്ല തിരക്കും ഉണ്ട് കേട്ടോ, നല്ല ആളുകളുണ്ട്. സൺഡേ ആയതും കൂടിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പ്രതിമ ഇതാണ് ഗൈസ്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇവിടുത്തെ മാക്സിമം ഒരു സൺഡേ എന്ന് പറയുന്നത്. ഇതിൽ കൂടുതൽ തിരക്കോരോ ഇല്ലെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ അത്യാവശ്യം ഒരു സൺഡേ ആകുമ്പോൾ ഇങ്ങനെ ഇരിക്കും. ഇതാണ് ഗൈസ് എൻ്റെ ടീ സ്പോട്ട്, ഇവിടുത്തെ എൻ്റെ ടീ സ്പോട്ട്. ഞാൻ അങ്ങോട്ടൊക്കെ വർക്ക് കിടക്കണം, അങ്ങോട്ടൊന്നും ഇറക്കൂല എന്നാണ് തോന്നുന്നത് കണ്ടിട്ട്. അവിടെ എല്ലാം മറ്റേ ബോർഡൊക്കെ വെച്ച് മറച്ചിരിക്കുകയും ഇറങ്ങാതിരിക്കുക ആൾക്കാർ. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 2 മാസത്തിനകത്ത് ഇവിടെ നല്ല കടകളൊക്കെ വന്നു കേട്ടോ. ഒരുപാട് കടകൾ വന്ന് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ആൾക്കാരാണെങ്കിലും ശരി തന്നെ. ഗൈസ്, ഞാൻ എന്ത് വിചാരിച്ചൊന്നും അത് തന്നെ നടന്നു ഗൈസ്. ഇവിടെ ഇറങ്ങാനൊന്നും പറ്റില്ല. ഇവിടെ റോഡിൻ്റെ അവിടെ ഇരിക്കുന്നതിൻ്റെയൊക്കെ ആൾക്കാർ വന്ന് ഇരിക്കാൻ ഉള്ളതിൻ്റെയൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ സംഭവം ഇന്ന് വന്നത് വെറുതെ ആയി ഗൈസ്. ഇവിടെ ഇറങ്ങാനൊന്നും പറ്റിയൊന്നുമില്ല. അത്യാവശ്യം അവിടെ JCB കേട്ട് പണി ചെയ്യുന്നുണ്ട് കേട്ടോ. ഏകദേശം ഒരു വർഷം വേണ്ടാന്ന് തോന്നുന്നു. എന്തായാലും 1 വർഷത്തിനകത്ത് ഇവിടെയൊക്കെ അടിപൊളിയായി സെറ്റായി നമുക്ക് പഴയതുപോലെ ഇരിക്കാൻ പറ്റും. കടൽ വ്യൂ കുറച്ചും കൂടി ആസ്വദിക്കാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഞാൻ ആ പണി നടക്കുന്നൊന്ന് കാണിച്ചു തരാം. നിങ്ങൾക്ക് എത്രമാത്രം കാണാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ, പക്ഷേ അവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇവിടെ കൂടുതലും ടൂറിസ്റ്റുകൾക്ക് വന്നിരിക്കാനും ഉള്ളതിൻ്റെ സെറ്റപ്പാണെന്നാണ് തോന്നുന്നത്. പക്ഷേ ഈ പണി കണ്ടിട്ട് ഒന്നും പറയാൻ പറ്റില്ല ഗൈസ്. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. കണ്ടില്ലേ, ഇങ്ങനെ ഗ്രില്ല് വെച്ച് മറച്ചിരിക്കുന്ന ആൾക്കാർ അങ്ങോട്ട് ഇറങ്ങാതിരിക്കാൻ ഒരു നിവർത്തിയില്ല ഗൈസ്. കാരണം 2 JCB ആണ് തോണ്ടിക്കൊണ്ടിരിക്കുന്നത്. എന്തിനാണ് സംഭവം ഒന്ന് പിടികിട്ടണില്ല. ഞാൻ പറഞ്ഞതല്ല, ഇരിക്കാനുള്ള സെറ്റപ്പാണെങ്കിൽ ഇങ്ങനെയൊന്നും വേണ്ടല്ല. ഇനി എന്താ ഗൈസ്, നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കേ. എനിക്കും മനസ്സിലാക്കാൻ പറ്റും, ഈ വീഡിയോ കാണുന്നവർക്കും മനസ്സിലാക്കാൻ പറ്റും ഇതെന്താണെന്ന്. അപ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്തേക്കേ ഗൈസ്. ഗൈസ്, എന്തായാലും ഇവിടെ കാറിൻ്റെ സെയിലൊക്കെ നടക്കുന്നുണ്ട്. സെയിലാണോ ഇനി ബുക്കിങ്ങിന് മറ്റേ ബുക്ക് ചെയ്യൂലേ, അതിൻ്റെ ഇതാണ് നടക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോൾ ആൾക്കാർ ബുക്ക് ചെയ്യും, അതിനുള്ളൊരു സംഭവമാണ്. അത്യാവശ്യം നല്ല 2 കാറാണ് കേട്ടോ. ഗൈസ്, ഇങ്ങനെ ടോയ്സൊക്കെ ഇട്ട് വിൽക്കുകയാണേ. ഇങ്ങനെ ടോയ്സൊക്കെ ഇവിടെ ഇട്ട് വിൽക്കുകയാണ്. പിന്നെ കച്ചവടക്കാർ ഫുഡാണ് കൂടുതൽ. ഫുഡും വെള്ളവും, ടോയ്സൊക്കെ വളരെ കുറവാണ്. ഫുഡാണിപ്പം മെയിനായിട്ട് നിൽക്കുന്നത്. ഗൈസ്, ഞാൻ പലതവണ ഇവിടെ വന്നിട്ടുണ്ട്, പക്ഷേ ഇങ്ങനെ നിരാശയായി പോയിട്ടില്ല കേട്ടോ. കടലിൽ ഇങ്ങനെ ഇറങ്ങി കാണാൻ പറ്റാതെ പോയിട്ടില്ല. പക്ഷേ എന്തായാലും ഇന്ന് പോവുകയാണ്. പണി കിടക്കുന്നുണ്ടല്ലേ, ഇനിയിപ്പം സെറ്റായി അടുത്ത ഉടനെ ഓപ്പൺ ആവും. അപ്പോൾ ഞാൻ എന്തായാലും ഇന്ന് ഇവിടെ നിന്ന് ഇറങ്ങിയാണ്. ഈ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഗൈസ്. അപ്പോൾ എൻ്റെ വ്ളോഗ് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്ത് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഗൈസ്. അപ്പം വീഡിയോയെക്കുറിച്ചും പിന്നെ
ഇവിടെ ഇപ്പം നടക്കുന്ന വർക്കിനെ കുറിച്ചും എല്ലാം നിങ്ങൾക്ക് എന്തുകൊണ്ടെങ്കിലും സംസാരിക്കാമല്ലോ. അപ്പം എൻ്റെ കമൻറ്റ് ബോക്സ് ഓപ്പൺ ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുക ഗൈസ്. അപ്പോൾ ഇത്രയും പറഞ്ഞ് ഞാൻ എൻ്റെ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഞാൻ എന്താ റോഡിലോട്ട് ഇറങ്ങി പാർക്കിങ്ങിലോട്ട് പോവുകയാണ്. ഇനി ഇവിടെ നേരെ വണ്ടി എടുത്തുകൊണ്ട് നേരെ വീട്ടിലോട്ട് ഗൈസ്. അപ്പം ബൈ. അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.